വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് നോവൽസ് ഓഫ് സർ വാൾട്ടർ സ്കോട്ട് ആൻഡ് ജെയിൻ ഓസ്റ്റീൻ, ഇമ്പാക്റ്റ് ഓഫ് ഫ്രഞ്ച് റിവല്യൂഷൻ, ബുർക്കെ ആൻഡ് കാർലി. ഈ ഒരു ടോപ്പിക്സാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. സർ വാൾട്ടർ സ്കോട്ട് ആൻഡ് ജെയിൻ ഓസ്റ്റീൻ എന്നുള്ളത് റൊമാൻറ്റിക് ഇറയിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഓതേഴ്സാണ്. ഈസ് നോൺ ഫോർ ഡിസ്റ്റിങ് ലിറ്റററി സ്റ്റൈൽസ്. സ്കോട്ട് എന്നുള്ളത് അറിയപ്പെടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വെയ്വർലി നോവൽസിലൂടെയാണ്. ആ ഒരു നോവൽ ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൺ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആൻഡ് സ്കോട്ടിഷ് ഹിസ്റ്ററി, വൈൽ ഓസ്റ്റീൻ പ്രൈമർലി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് സോഷ്യൽ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്സ് ഇൻ ഇംഗ്ലീഷ് കൺട്രി സൊസൈറ്റി. സർ വാൾട്ടർ സ്കോട്ട് വെയ്വർലി നോവൽസ്. ദിസ് സീരീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വെയ്വർലി, Rob Roy, Ivano, Old Mortality, and The Hurt of Midlothian is Scott's most famous work. This novels often published anonymously initially. ഫസ്റ്റ് ഈ ഒരു വർക്കൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നത് അനോണിമസ് ആയിട്ടായിരുന്നു. എക്സ്പ്ലോർ സ്കോട്ടിഷ് ഹിസ്റ്ററി, ഷിവൽറി ആൻഡ് വാരിയസ് സോഷ്യൽ ക്ലാസ്സസ്. Other novels. While the Waverley novels are most well known, Scott also wrote The Bride of Lammermoor and The Lady of the Lake, which is a poem. ഇനി ജെയിൻ ഓസ്റ്റൻ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രൈഡ് ആൻഡ് പ്രജുഡീസ്, വൺ ഓഫ് ഹെർ മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്കാണ് പ്രൈഡ് ആൻഡ് പ്രജുഡീസ് എന്നുള്ളത്. ഈ ഒരു വർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് സോഷ്യൽ കോംപ്ലക്സിറ്റീസ് ഓഫ് ദ ഇംഗ്ലീഷ് കൺട്രി ജനറി, ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓൺ ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ദ ബെനറ്റ് ഫാമിലി ആൻഡ് മിസ്റ്റർ ഡാർസി എന്നുള്ള ഫാമിലി തമ്മിലുള്ള റിലേഷൻഷിപ്സാണ് ഈ ഒരു വർക്കിലൂടെ ഫോക്കസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് എന്നുള്ളത് അവളുടെ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വർക്കായിരുന്നു. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. ഈ ഒരു നോവൽ അന്വേഷിക്കുന്നുണ്ട് ഇൻ ടു ദ ലിവ്സ് ഓഫ് ദ ഡാഷ്വുഡ് സിസ്റ്റേഴ്സ് ആൻഡ് ദർ എക്സ്പീരിയൻസസ് വിത്ത് ലവ്, മാരേജ് ആൻഡ് സോഷ്യൽ കൺസ്ട്രെയിൻസ്. എമ്മ എന്നുള്ള നോവൽ, ഓസ്റ്റീൻസ് നോവൽ എമ്മ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓൺ ദ ടൈറ്റുലർ ക്യാരക്ടേഴ്സ് മാച്ച് മേക്കിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഹെർ ഓൺ ലവ് ലൈഫ്. ഓഫർ ചെയ്യുന്നുണ്ട് എൻവാൻസ്ഡ് പോർട്രയൽ ഓഫ് ഫീമെയിൽ ഏജൻസി ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ്. അതർ നോവൽസ് എടുത്തു നോക്കുകയാണെങ്കിൽ Northanger Abbey, Mansfield Park and Persuasion also explore similar themes of social class, love and social expectations. ഇംഗ്ലീഷിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഫ്രഞ്ച് റെവല്യൂഷൻ വരുത്തുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ബോത്ത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സ്ഫിയേഴ്സ്. വൈൽ ഇനീഷ്യലി മെറ്റ് വിത്ത് എൻതൂസിയസം, ദ റിവല്യൂഷൻസ് റാഡിക്കൽ ടേൺ, പെർട്ടിക്കുലർലി ദ എക്സിക്യൂഷൻ ഓഫ് ലൂയിസ്, സ്പാർക്ക്ഡ് ഫിയർ ആൻഡ് ഡിവിഷൻ ഇൻ ഇംഗ്ലണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട് ടു ഗവൺമെൻറ് റിപ്രഷൻ ഓഫ് റാഡിക്കൽ ഡിസൻ. ഇറ്റ് ഓൾസോ ഫ്യൂൾഡ് ഇൻ്റലക്ച്വൽ ഡിബേറ്റ്, ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആൻഡ് എ ഹൈറ്റൻഡ് അവയർനെസ് ഓഫ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദ rise of reform movements later in the 19th century. Political impact. Initial enthusiasm and subsequent fear. Initial stage of revolution viewed with some degree of support in England, particularly among those who favored reform. However, the execution of Louis and the Reign of Terror triggered a wave of fear and a strong conservative backlash within the British establishment. സപ്രഷൻ ഓഫ് റാഡിക്കലിസം. ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്നുള്ളത് ഫിയറിങ് എ സിമിലർ റിവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ആക്റ്റീവ്ലി സപ്രസ്ഡ് റാഡിക്കൽ ഡിസൻ, അറസ്റ്റഡ് ലീഡിംഗ് മെമ്പേഴ്സ് ഓഫ് റിഫോം സൊസൈറ്റീസ്. റിഫോം സൊസൈറ്റീസിലുള്ള ലീഡിംഗ് മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നത് ആൻഡ് സ്ട്രെങ്തൻഡ് ഇറ്റ്സ് കൺട്രോൾ ഓവർ ദ പ്രസ്. The French Revolution and the subsequent wars between Britain and France heightened political awareness and fueled debate about fundamental political questions. പൊളിറ്റിക്കൽ അവയർനെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റിഫോം മൂവ്മെൻറ്റ്സ് റൈസ് ചെയ്യുന്നുണ്ട്. വൈൽ ഇനീഷ്യലി സപ്രസ്ഡ് ദ ഐഡിയാസ് ഓഫ് ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ. ഇൻഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു ദ റൈസ് ഓഫ് ലാറ്റർ റിഫോം മൂവ്മെൻറ്റ്സ് സച്ച് ആസ് ദ ചാർട്ടിസ്റ്റ് മൂവ്മെൻറ്റ് വിച്ച് അഡ്വക്കേറ്റഡ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഈ ഒരു ചാർട്ടിസ്റ്റ് മൂവ്മെൻറ്റ് എന്താണ് ചെയ്യുന്നുള്ളത്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ച് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ റൈസ് നമുക്ക് കാണാൻ പറ്റും. ഐഡിയാസ് ഓഫ് ലിബർട്ടി അതുപോലെ തന്നെ ഈക്വാലിറ്റി ഒക്കെ ഫ്രഞ്ച് റെവല്യൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇമ്പാക്റ്റ്. ഇൻ്റലക്ച്വൽ ഡിബേറ്റ് ആൻഡ് ആർട്ടിസ്റ്റിക് റെസ്പോൺസ്. ഫ്രഞ്ച് റെവല്യൂഷൻ സ്പാർക്ക്ഡ് ഇൻറ്റൻസ് ഇൻ്റലക്ച്വൽ ഡിബേറ്റ് വിത്ത് റൈറ്റേഴ്സ് ലൈക്ക് എഡ്മണ്ട് ബൂക്കെ ആൻഡ് തോമസ് പെയിൻ. ഓഫർ ചെയ്യുന്നുണ്ട്
contrasting views on the revolution's implications. Poets and artists like Wordsworth, Coleridge, and Gilray also responded to the events, reflecting the political and social changes of the era. Rise of Romanticism. Revolutions emphasize ചെയ്യുന്നുള്ളത് ഇൻഡിവിജ്വൽ ലിബർട്ടി അതുപോലെ തന്നെ ഇമോഷനൊക്കെയാണ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു ദ റൈസ് ഓഫ് റൊമാൻറ്റിസിസം ഇൻ ലിറ്ററേച്ചർ. ആസ് ആർട്ടിസ്റ്റ് seek ചെയ്യുന്നുണ്ട് to express the spirit of the age and challenge traditional norms. എഡ്മണ്ട് ബുർക്കെ ആൻഡ് തോമസ് കേർലി എന്നുള്ളത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ടിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഈച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് യുണീക്ക് പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. Edmund Burke എന്നുള്ളത് എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ദ 18th century, വാസ് എ കൺസർവേറ്റീവ് തിങ്കർ ഹു എംബസൈസ്ഡ് ട്രഡീഷൻ ആൻഡ് ഗ്രാജുവൽ ചേഞ്ച്. ഫേമസ്ലി ഫ്രഞ്ച് റിവല്യൂഷൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഇനി തോമസ് കാർലി എടുത്ത് നോക്കുകയാണെങ്കിൽ എ 19th century സ്കോട്ടിഷ് ഫിലോസഫർ ആൻഡ് ഹിസ്റ്റോറിയൻ, വാസ് നോൺ ഫോർ ഹിസ് വിവിഡ് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് ആൻഡ് ഹിസ് ക്രിറ്റിക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, പെർട്ടിക്കുലർലി ഇൻ ഹിസ് വർക്ക് ഓൺ ദ ഫ്രഞ്ച് റവല്യൂഷൻ. എഡ്മണ്ട് ബുർക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കൺസർവേറ്റീവ് തിങ്കറാണ്. ബുർക്കെ ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ കൺസർവേറ്റിസം. അദ്ദേഹം മോഡേൺ കൺസർവേറ്റിസത്തിൻ്റെ ഫൗണ്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റിംഗ് ഫോർ എ ബാലൻസ്ഡ് അപ്രോച്ച് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് പ്രോഗ്രസ്. ക്രിട്ടിക് ഓഫ് ദ ഫ്രഞ്ച് റിവല്യൂഷൻ. ഹിസ് റിഫ്ലക്ഷൻ ഓൺ ദ റിവല്യൂഷൻ ഇൻ ഫ്രാൻസ് വാസ് എ സ്കാത്തിങ് ക്രിട്ടിക് ഓഫ് ദ റിവല്യൂഷൻസ് റാഡിക്കലിസം ആൻഡ് ഇറ്റ്സ് ഡിസ്റിഗാർഡ് ഫോർ ട്രഡീഷൻ ആൻഡ് സോഷ്യൽ ഓർഡർ. ട്രഡീഷൻ ആൻഡ് ഗ്രാജുവൽ ചേഞ്ചിനാണ് എംബസൈസ് ചെയ്യുന്നുള്ളത്. ബുർക്കെ ബിലീവ്ഡ് ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിസർവിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രാക്ടീസസ്, ബട്ട് ഓൾസോ റെക്കഗ്നൈസ്ഡ് ദ നീഡ് ഫോർ ഗ്രാജുവൽ അഡാപ്റ്റേഷൻ ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. Political observations. He was deeply concerned with the state of the British Empire, including the issues in Ireland and the American colonies, advocating for a conciliatory approach. Criticism of the British government's policies. Burke criticized the British government's treatment of the American colonies and its taxation policies, even though he ultimately opposed their independence. Thomas Carlyle, historian and essayist. Carlyle is best known for his historical writings include The French Revolution, a History, which offered a dramatic and insightful account of the events. Industrial society critic ചെയ്യുന്നുണ്ട്. He was deeply critical of the industrialization of England and its impact on the working class. അദ്ദേഹം ഇൻഡസ്ട്രിയലൈസേഷനെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം വർക്കിംഗ് ക്ലാസ്സിനുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റിനെയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക് ചെയ്യുന്നുണ്ട്. എക്സ്പ്രസിങ് കൺസേൺ അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ പുവർ ആൻഡ് ദ നീഡ് ഫോർ സോഷ്യൽ റിഫോം. അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, പാവങ്ങളുടെ കണ്ടീഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ റിഫോമിൻ്റെ ആവശ്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് അദ്ദേഹത്തിന് കൺസേൺ എക്സ്പ്രസ് ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ളത്. എംബസൈസ് ഓൺ ദ ഹീറോ ഫിഗർ. കാർലി ബിലീവ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രോങ് ലീഡർഷിപ്പ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹു കുഡ് ഗൈഡ് സൊസൈറ്റി. അദ്ദേഹം വിശ്വസിക്കുന്നുള്ളത് സ്ട്രോങ് ലീഡർഷിപ്പ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന്. അതുപോലെ തന്നെ ആരാണ് സൊസൈറ്റീനെ ഗൈഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ, അവരാണ് ഹീറോ ആയിട്ട് അദ്ദേഹം വ്യൂ ചെയ്യുന്നുള്ളത്. ഈ ഒരു സ്ട്രോങ് ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ഓൺ വിക്ടോറിയൻ കൾച്ചർ. ഹി വാസ് എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ വിക്ടോറിയൻ സൊസൈറ്റി, നോൺ ഫോർ ഹിസ് പവർഫുൾ പ്രോസ് ആൻഡ് ഹിസ് ഇൻഫ്ലുവൻസ് ഓൺ ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ ലൈഫ്. അദ്ദേഹം എന്നുള്ളത് വിക്ടോറിയൻ സൊസൈറ്റിയിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പവർഫുൾ പ്രോസ് കാരണവും അതുപോലെ തന്നെ ഹിസ് ഇൻഫ്ലുവൻസ് ഓൺ ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ ലൈഫ് കാരണമൊക്കെ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.